ടീച്ചർമാരാണെങ്കിൽ സ്കൂളിൽ ആരാണ് ഇത് വിതരണം ചെയ്യുന്നത്, വിൽപ്പന ചെയ്യുന്നത്, കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള ഒന്നോ രണ്ടോ കുട്ടികളെ ഉണ്ടാവുള്ളൂ. ഒരു സ്കൂളിലെ 1% കൂടുതൽ കുട്ടികൾ ഇതിനെ സംബന്ധിച്ച് ഉണ്ടാവാറില്ല. അവർക്ക് എവരായിട്ട് നടപടി എടുക്കണം, അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർ പിന്നെയും മനസ്സിലായില്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കണം, അവരെ പേരൻസിനെ അറിയിക്കണം. അത് കേരളത്തിൽ ഇതുവരെ നടക്കാത്ത സംഭവമാണ്. എത്രയും ഉണ്ടായിട്ടും വീട്ടിലാണെങ്കിൽ പാരൻസ് കുട്ടി ഇത് കഴിക്കാൻ തുടങ്ങി അറിഞ്ഞിട്ടും അവർ മിണ്ടാതെ ഇരിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാരെന്തു പറയും, അയൽവാസിക്കാരെന്തു പറയും, ബന്ധുക്കളെന്തു പറയും. ആ നാണം കൊണ്ട്, അടിസ്ഥാനമില്ലാത്ത ഒരു നാണമാണ്, ആ നാണം കൊണ്ട് അവർ മിണ്ടാതെ ഇരിക്കുന്നു. മിണ്ടാതെ ഇരുന്നാലും ഈ കുട്ടിക്ക് ഗുണമൊന്നുമില്ല. ഇതിന് കുട്ടീൻ്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുന്നു. സൈക്കോളജി പറയുന്നത് കുട്ടികളും അവർ സ്മാർട്ടാണ്. അവർക്ക് തിരിച്ച് മനസ്സിലായി, പാരൻസ് അറിഞ്ഞ് കഴിഞ്ഞു ഞാനിത് കഴിക്കുന്നുണ്ട്, എന്നിട്ടും പാരൻസ് മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് നോക്കാനൊന്നുമില്ല, ധൈര്യമായിട്ട് നേരത്തെക്കാൾ കൂടുതൽ കഴിക്കാൻ പറ്റും. അത് ആ രീതിയിൽ അവർ പ്രതികരിക്കുന്നു, അവർ കഴിക്കുന്നു, അവർ ഇടുന്ന എടിമാവുന്നു. ഒരു ദിവസം അവർ മരിക്കുന്നു, ഇല്ലെങ്കിൽ ഡിപ്രഷൻ കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് ഇപ്പോൾ കൊച്ചിയിലെ അവസ്ഥയാണെങ്കിൽ ഇത് പല പാർട്ടികളിലും സുലഭമാണ്. അപ്പോൾ MDMA പോലെയുള്ള രാസപദാർത്ഥങ്ങൾ പാർട്ടികളിൽ സുലഭമാണെന്ന് അറിയാം. ഇത്രയും വിസിബിൾ ആയിട്ടുള്ളൊരവസ്ഥയിലും എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു തടയലൊക്കെ നമുക്കിപ്പോൾ കോടികളുടെ ബിസിനസ്സാണ് ഇതിനകത്ത് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ബൾക്ക് ആയിട്ടായിരിക്കുമല്ലോ ഇത് വരുന്നത്. ഇപ്പോൾ ചെറിയ കഞ്ചാവൊക്കെ പിടിക്കുന്നത് വാർത്തകളാകുമ്പോൾ അതൊരു PR വർക്കായിട്ട് മാറുകയും ചെയ്യുമ്പോൾ ഇത്തരം ഒരു ബൾക്ക് ഒക്കെ നമുക്ക് എന്തുകൊണ്ടാണ് പിടിക്കാൻ കഴിയാത്തത്? ബോംബെയിലോ ഇല്ലെങ്കിൽ നമ്മുടെ രാജസ്ഥാൻ ബോർഡറിലോ ഇല്ലെങ്കിൽ ഈ ബാംഗ്ലൂർ, ചെന്നൈ, മൈസൂർ, ഇതൊക്കെയാണല്ലോ ഗോവ, അവിടെ നിന്നാണ് ഇതിൻ്റെ മുഖ്യമായ കേന്ദ്രങ്ങൾ. ആ രീതിയിലുള്ള കേന്ദ്രങ്ങൾ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്ത് ആളുകൾ ആദ്യത്തെ ഇന്ത്യയുടെ പുറത്ത് നിന്ന് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ, അവിടെയാണ് ഇതിൻ്റെ OPM-ൻ്റെ ഇതിൻ്റെ കൃഷി ഉണ്ടാവുന്നത്. ഈ എല്ലാം ഈ OPM, കൊക്കീൻ, ഹെറോയിൻ, ഇതെല്ലാം ഉണ്ടാവുന്നത് ഇതെല്ലാം കൃഷിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ നമ്മുടെ കഞ്ചാവും ഇത് കൃഷിൻ്റെ ഏതൊരു രൂപത്തിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ചിലപ്പോൾ പൂ നിന്ന് ഉണ്ടാവുന്നു, ചിലപ്പോൾ അതിന് മരത്തിൻ്റെ സ്റ്റാമ്പും കൊന്നും ഉണ്ടാവുന്നു, ചിലപ്പോൾ ജഡം നിന്നും ഉണ്ടാവുന്നു. അത് റിഫൈൻ ചെയ്തിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഈ ഇപ്പോഴത്തെ തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ, ആ 3 രാജ്യങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ, ഈസ്റ്റ് ഇന്ത്യ സൈഡിൽ നിന്ന്, പിന്നെ വെസ്റ്റ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ നിന്നാണ് വരുന്നത്. അത് ഇപ്പോഴല്ല, അത് കഴിഞ്ഞ 50 വർഷമായിട്ട് നമ്മൾ കാണാനുള്ള ഒരു സ്നേഹമാണ്. പണ്ട് അത് റോഡ് മാർഗവും രഹസ്യമായിട്ട് ഇൻ്റർനാഷണൽ ബോർഡർ വഴി ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് എൻ്റെ നാട്ട് അവിടെയാണ്, എൻ്റെ ബിക്കാനേറിൽ ഈ കഴിഞ്ഞ 4-5 ദിവസം യുദ്ധം നടന്നില്ലേ, അത് ബ്ലാക്ക് ഔട്ടോട്ട് ഉണ്ടായ സ്ഥലമാണ് നമ്മുടെ നാട്. ഇപ്പോൾ അവിടെ ഡ്രോൺ വഴിയാണ് ഇത് സാധനങ്ങൾ വരിക. ഡ്രോൺ വഴി വന്നിട്ട് ഇത് താഴെയിട്ട് ഡ്രോൺ തിരിച്ചു പോവുക. അപ്പോൾ അത്രയ്ക്ക് ഇത് കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ അതിന് ഒന്ന് ആളുകൾ കൊണ്ടുവരണമെന്നില്ല, അത് മെഷീൻ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോൾ ആളുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വരാനുള്ള ആ വരവ് നമുക്ക് ആർക്കും കുറയ്ക്കാനേ പറ്റുള്ളൂ. BSF ഉണ്ട് അവിടെ ബോർഡറിൽ, ആർമിയുണ്ട്, BSF, എല്ലാ ആളുകളും പിടിക്കുന്നുണ്ട്. പക്ഷെ വറവ് 2000 കിലോമീറ്ററിൻ്റെ ബോർഡറാണ്. പാകിസ്ഥാൻ ബോർഡർ രാജസ്ഥാനിൽ മാത്രം 1900 കിലോമീറ്ററാണ്. 1900 കിലോമീറ്ററിൽ എല്ലാ സ്ഥലത്തിലോ ചില സ്ഥലത്തിലോ BSF-ൻ്റെ ഒരു ജവാൻ പോലും കുറേ കിലോമീറ്റർ തന്നെ അവിടെ കിടക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ വരവ് നമുക്ക് തടയാൻ പറ്റില്ല. നമുക്ക് നോക്കുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് കഴിക്കില്ല, ആ തീരുമാനം എടുത്താലേ ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളിത് പിടിക്കണില്ലാതെന്ന ഭാവമൊന്നുമല്ല. നമ്മുടെ എല്ലാ സ്റ്റേഷനുകളിലെ എല്ലാ SIക്കാരുടെ എല്ലാ റേഞ്ച് ഓഫീസിലെ പിടിക്കുന്നത് കൊണ്ട് അതിന് ഇപ്പം ന്യൂസേ ഇല്ല. ഇവർ 5-6 ഒരു കിലോ 2 കിലോ ഉണ്ടായാൽ അതിന് ന്യൂസ് കുറവില്ലല്ലോ. അതൊരു പുതിയ സ്റ്റൈലാണ്. ഒരു വലിയ തോതിൽ ഇപ്പോൾ ആളുകൾ അത് വിൽക്കുന്നില്ല. അപ്പോൾ അതിന് ഒരു നിയമങ്ങളും അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ചെറിയ പാക്കറ്റിൽ കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവരിക എന്നാണ് ഇപ്പോൾ പുതിയ സ്റ്റൈൽ. അപ്പോൾ ഉദാഹരണത്തിൽ 1 കിലോ കഞ്ചാവിൻ്റെ താഴെ കൊണ്ട് ഒരാളെ പിടിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു ഓർഡറുണ്ട്. 1 കിലോ താഴെ ആണെങ്കിൽ പിന്നെ അപ്പോൾ തന്നെ ജാമ്യം തരണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഒരു ഓർഡർ തന്നു. സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ ജയിലുകളിലൊക്കെ 50 കിലോ പിടിക്കുന്നവരും അവിടെ ഉണ്ട്,
500 കിലോ കൊണ്ട് പിടിയിൽ വന്നവരും ഉണ്ട്. അപ്പോൾ പിന്നെ ആളുകളൊക്കെ പറഞ്ഞു അതിനൊക്കെ ഒരു വ്യത്യാസം വേണ്ടേ സാർ, ചെറിയ ഒരു തുക ഉണ്ടെങ്കിൽ അതിന് ഒരു പിന്നെ വർഷങ്ങൾ ജയിലിൽ കിടക്കാൻ കാര്യമില്ലല്ലോ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു 1 കിലോ. അപ്പോൾ നമ്മളെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, 800 ഗ്രാം 900 ഗ്രാമിൻ്റെ ഒരു 1000കണക്കിന് പാക്കറ്റുകൾ ഉണ്ടാക്കി ഇങ്ങോട്ട് അയച്ചു കൊണ്ടിരിക്കുന്നു. പിടിച്ചാലും അപ്പോൾ തന്നെ അവർ സ്റ്റേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സ്റ്റേഷനിൽ ഞങ്ങൾ ഇയാളെ പിടിച്ചിട്ട് വന്നതിന് മുമ്പ് വക്കീൽ അവിടെ കാത്തിരിക്കുക. അവരുടെ നെറ്റ്വർക്ക് ഇത്രയൊക്കെ സ്ട്രോങ് ആണ്. ശരി സാരമില്ല, 1 കിലോ താഴല്ലേ ഉള്ളൂ. അവരുടെ സ്ഥിരമായ വക്കീലുകളുണ്ട്, അറിയപ്പെടുന്ന ആളുകൾ വക്കീൽമാർ. അപ്പോൾ ആ വക്കീൽ ഒരു ലഹരി വസ്തുവിൻ്റെ ഒരു ആളിന് വേണ്ടി ആ ലഹരി വസ്തു ഒരു കുട്ടികളുടെ അടുത്ത് പോയി കുട്ടികളുടെ വേണ്ടി ഇത് മാരകമായ ഒരു വസ്തുവാണ്. ആ വക്കീലിനും എൻ്റെ അഭിപ്രായത്തിൽ ആ വക്കീൽ വിചാരിക്കണ്ടേ, ഇങ്ങനെയുള്ള കേസ് ചിലപ്പോൾ വേണമെങ്കിൽ വക്കീലിന് വേണ്ടെന്ന് പറയാം. പക്ഷെ ഇത് പറയാനുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എപ്പോഴും ഒരു വക്കീൽ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഈ കഞ്ചാവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സയൻസ് എഴുതുന്നവർ പോലും എഴുതുന്നുണ്ട്, അതായത് ഇത് ലീഗലൈസ് ചെയ്യാം, ഇത് കുഴപ്പമില്ല. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഭൂരിഭാഗം സ്റ്റേറ്റുകളിലും ഒക്കെ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ലീഗലൈസ് ചെയ്താൽ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെടും. ഇപ്പോൾ മദ്യം കൊടുക്കുന്നത് പോലെ മദ്യം ഇല്ലായിരുന്ന സമയത്ത് കള്ളവാറ്റ് നടത്തുന്നത് കൂടുന്നില്ലേ? അതേപോലെ തന്നെ ഇത് ലീഗലൈസ് ചെയ്ത് പരിഹരിക്കാമെന്ന് പറയുന്ന നിർദ്ദേശത്തോട് സാറിൻ്റെ പ്രതികരണം? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതിനെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ലേഖനങ്ങൾ പത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷ് പത്രങ്ങളിലും എഴുതിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങളെ സ്റ്റഡി ചെയ്യാനും പണ്ട് ഞങ്ങൾ അമേരിക്ക വരെ പോയതാണ്. അമേരിക്കയിൽ അവർ ലീഗലായി ചെയ്തത് കാരണം ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ പോയാൽ എൻ്റെ മക്കളൊക്കെ അവിടെ ഉണ്ടെന്ന് അവരെ കാണാൻ പോകുമ്പോൾ ഇപ്പോൾ മാരിജുവാന ഷോപ്പ്, ഹുക്ക ഷോപ്പ് പറഞ്ഞിട്ട് അവർ ലോസ് ഏഞ്ചലസ് സിറ്റിയിൽ, ന്യൂയോർക്ക് സിറ്റിയിലും പിന്നെ അത് അവിടെ ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയത് ഒരു 2 വർഷമേ ആയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വൈ ആർ യു ഡൂയിങ് ഇറ്റ്, വൈ ആർ യു മേക്കിംഗ് ഇറ്റ് ലീഗലൈസ്? അവർ പറഞ്ഞു സാർ ഞങ്ങൾക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും. അവർ പറഞ്ഞു അമേരിക്ക ഇത് മൊത്തം നശിച്ച് കഴിഞ്ഞു. അവരുടെ മിനിസ്റ്റർ ലെവലിലുള്ള ഒരാൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞതാണ്. ഇന്ത്യയിൽ നിന്ന് ഒരു ഡെലിഗേഷൻ പോയിരുന്നു ഇതിനെ സംബന്ധിച്ച് ഇത് പഠിക്കാൻ വേണ്ടി. അതിന് ഞാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ ഇല്ലാത്ത അമേരിക്കയിൽ ഒരു സ്ഥലവും ഇല്ല. പിന്നെ അവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെയും ചിലപ്പോൾ വേണമെങ്കിൽ ഒരു അമ്മമാർ കുട്ടികൾക്ക് 2 അടി കൊടുക്കാറുണ്ട്, ഒരു രോഷത്തിലും സംസാരിക്കുന്നുണ്ട്. അതും അവിടെ അമേരിക്കയിൽ ചിന്തിക്കാൻ പോലെ പറ്റില്ല. ഒരു 5 വയസ്സുകാരന് ഒരു അമ്മ എന്തെങ്കിലും ഒരു ക്രോധത്തിൽ സംസാരിച്ചാൽ 9/11 വിളിച്ചാൽ അമ്മ ജയിലിലാണ് പോകുന്നത്. കുറേ അമ്മമാർ ജയിലിൽ കിടക്കുന്നു. അപ്പോൾ അതൊരു സൊസൈറ്റി, അത് അമേരിക്കൻ സൊസൈറ്റിയാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അത് തടയാനും പറ്റുന്നില്ല. പിന്നെ ഇത് കൊണ്ട് ഉണ്ടാവുന്ന കുറേ പൈസ റവന്യൂ ഞങ്ങൾക്ക് കിട്ടാമായിരുന്നും അതും കിട്ടുന്നുമില്ല. അപ്പോൾ റവന്യൂ കിട്ടട്ടെ, ഇവർക്ക് ഏതായാലും റവന്യൂ കിട്ടട്ടെ. പിന്നെ മെഡിക്കലായിട്ടൊക്കെ ആർക്കും വല്ല ആവശ്യമുണ്ടെങ്കിൽ അവർ വാങ്ങിച്ചിട്ട് പോയിക്കോട്ടെ. ലഹരി വസ്തു വീട്ടിൽ കഴിക്കാൻ അമേരിക്കയിൽ കുറ്റമൊന്നുമല്ല. ആ ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കണം. റീക്രിയേഷണൽ ഡ്രഗിൻ്റെ പേരിൽ അവർ എല്ലാം കഴിക്കുന്നുണ്ട്. അമേരിക്കയിൽ അവർ പറയുന്നത് ഒരു കുട്ടിയും ഒരു തെറപ്പിസ്റ്റ് ഇല്ലാത്ത ഒരു കുട്ടിയും ഇല്ല. അവർ കഴിക്കുകയും ചെയ്യുന്നു. പിന്നെ അതേസമയം ഞാനിതിനെ കഴിക്കുന്നുണ്ടും വന്നിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. രണ്ടും നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇതൊന്നും നടക്കുകയൊന്നുമില്ല. അവിടെ അവർ ലീഗലായി ചെയ്തത് മാരിജുവാന മട്ട പേനാണ് നമ്മളെ കഞ്ചാവ്. ശരി, അവിടെ എല്ലാ 50 രാജ്യങ്ങളിൽ 50 സംസ്ഥാനങ്ങളിൽ ഒരു 30ഓളം സംസ്ഥാനത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. ബാക്കി 20 അവർ ചെയ്തിട്ടൊന്നുമില്ല. അവിടെയും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ ഒരു ഡോക്ടർ പറഞ്ഞിട്ടാണോ, ഇയാളെ അഡിക്റ്റ് ആണോ, ഇയാളിത് കുറഞ്ഞു കൊണ്ടിരിക്കുകയാണോ, അതിനു വേണ്ടി മാത്രമാണോ, അത് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മളെ കാലം 400 വർഷം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമാണ്. അവരോട് നമുക്ക് ഒരു തുലനവും ഇല്ല. നമ്മൾ അത്രയും മാനസികമായ രീതിയിൽ ബൗദ്ധികമായിട്ട് നമ്മൾ വളർത്തിയിട്ടില്ല.